അച്ഛൻ എന്നോടൊന്നും തോന്നരുത്. എനിക്ക് അച്ഛനോടും സംസാരിക്കണം. അച്ഛൻ എന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. ആകെ കടത്തിൽ മുങ്ങിയിരിക്കുക. അച്ഛന്റെ പേർക്ക് എഴുതി തന്ന വീട് സ്ഥലം കിട്ടിയ വിലക്ക് വിറ്റു. എന്നിട്ട് കടം ബാക്കിയ. അതുകൊണ്ടാ ഗൾഫ് പോവാൻ നിൽക്കണേ. എന്റെ നിവൃത്തിയേട് കൊണ്ടാ. ഒപ്പം ഭാര്യയും കുട്ടീനും കൂട്ടുന്നുണ്ട്. അവളോടെ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അച്ഛനെ ഞാൻ എന്റെ സുഹൃത്തിനെ വീട്ടിൽ കൊണ്ടാക്കാം. അവിടെ നല്ല സുഖമായിരിക്കും. അവിടെ ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മോനെ വിശ്വ, എത്രാമത്തെ നിലയല്ല നിന്റെ ഫ്ലാറ്റ്? അത് പിന്നെ അച്ഛാ, ഞാൻ അച്ഛനോട് പറയാനിരിക്കായിരുന്നു. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എടാ, ടോമിയെ കൊണ്ടുപോകുന്നില്ലേ? പിന്നെ കൊണ്ടുപോകാതെ എത്ര കാശ് കൊടുത്ത് വാങ്ങിയതച്ഛാ. അവന് വേണ്ടിട്ട് AC റൂമൻ ഉണ്ട് അച്ഛാ. ജനിക്കുകയാണെങ്കിൽ ഒരു നായയായിട്ടെങ്കിലും ജനിക്കണമായിരുന്നു. എന്റെ മോന്റെ വീട്ടിൽ എനിക്കൊരു മുറി ഉണ്ടാവുമെന്ന് കരുതി. നിന്റെ വളർത്തുനായയുടെ വില പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല അല്ലേ? അച്ഛപ്പോ വേറൊന്നും ചിന്തിക്കണ്ട. അച്ഛന് വേണ്ടതല്ല ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിണ്ടരുത് നീ. നിനക്ക് എവിടേക്കാന്ന് വെച്ചാ പോകാം. കൂടെ നീ പാക്ക് ചെയ്തതില്ലേ, അത് നിന്റെ പട്ടിക്ക് കൊടുക്ക്. ഒന്നും മറക്കരുത് നീ. എന്റെ നല്ല പ്രായം മൊത്തം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ നീ ഒറ്റ അടിക്ക് വിറ്റ് മുടിച്ചത്. അവസാനം എനിക്ക് കയറി കിടക്കാൻ നിന്റെ കൂട്ടുകാരന്റെ വീട്. ഓടാ അവിടുന്ന്. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അച്ഛന് മനസ്സിലാവില്ല. അച്ഛൻ എന്താ ചെയ്യും? അല്ല പിന്നെ ഭ്രാന്ത് വരുന്നുണ്ട്. അയ്യോ, ഏത് നായിന്റെ മക്കളാ? ഒന്ന് ചാകാനും സമ്മതിക്കില്ലേ? ഓ, ചാകാനുള്ള പരിപാടിയായിരുന്നോ? അതെ, അതിന് ഇയാൾക്ക് എന്താ? ചാവാനാണെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിക്കൂടെ? ഇവിടെ നിന്നായാൽ ഞങ്ങൾ സാക്ഷി പറയേണ്ടി വരില്ലേ? എന്താ ഇതിനൊക്കെ കാരണം? ആരാ ഇപ്പൊ ഇവിടുന്ന് പോയത്? എന്റെ മകൻ ആവശ്യമില്ലാത്ത ഒരു സാധനത്തിനെടുത്ത് ദൂരെ കളഞ്ഞു. ഈ നിസ്സാര കാര്യത്തിനാണോ ചാവാൻ പോയത്? ഇതൊക്കെ സർവ്വസാധാരണല്ലേ? അതെ, നമ്മളെയൊക്കെ എടുത്ത് ദൂരെ കളയുന്നത് ഇപ്പോ സർവ്വസാധാരണമായി. മനസ്സിലായില്ല. ആ പോയത് എന്റെ മകനാ. എല്ലാം ഞാൻ അവന്റെ പേരിലാക്കി കൊടുത്തു. ഇപ്പോ അവൻ വിദേശത്തേക്ക് താമസം മാറി. അതും ഇവിടെ ഉള്ളതെല്ലാം വിറ്റു തുളച്ചിട്ടാണ് അവൻ പോകുന്നത്. അവന്റെ കൂട്ടുകാരന്റെ തന്തയെ നോക്കാൻ ഏൽപ്പിക്കാനുള്ള പണിയായിരുന്നു. ഇല്ല, മടുത്തു. എനിക്കിത് ജീവിക്കണ്ട. ഓ, അതൊന്നും സാരമില്ല, പോട്ടെ. എന്നാരും തടയണ്ട. ഞാൻ എന്റെ വഴിക്ക് പോയിക്കോളാം. എന്ത് പരിപാടിയാ കാണിക്കണേ? അവിടെ എല്ലാരും കാത്തിരിക്കുകയാണ്. സിനിമയ്ക്ക് പോണ്ടേ? മോനെ ഗൗതം, ഒരു പ്രശ്നം ഉണ്ടടാ. ഈ അച്ഛൻ മരിക്കാൻ നിൽക്കുകയായിരുന്നു. ഞങ്ങള് കണ്ടില്ലെങ്കിൽ. ശരി ശരി, പ്രശ്നം വലുതാവുന്നതിന് മുമ്പേ നമുക്ക് വേഗം പോവാം. മോനെ, ഡാ, നീ അച്ഛൻ പറയുന്നത് കേക്ക്. ശരി, പറയൂ അച്ഛാ. ഡാ, ആ പാവത്തിന്റെ മകൻ ഉപേക്ഷിച്ചു പോയതാ. ആരുമില്ല, പോകാൻ ഇടവുമില്ല. മതി, ഇനി പറയണ്ട. ഹേ, എന്താ കറിയ? എൻ്റെ അമ്മ വേറെ ഒരാളുടെ കൂടെ പോയി. വീട് സ്ഥലം എൻ്റെ പേരിലാക്കി അച്ഛൻ ഒരു ദിവസം പടിയിറങ്ങി. അന്ന് മുതൽ ഞാൻ ഒറ്റയ്ക്കായി. പിന്നീട് എനിക്ക് കൂട്ടുണ്ടായത് മക്കളെ ഉപേക്ഷിച്ച കുറെ അച്ഛന്മാരെയും അമ്മമാരെയാ. അതിൽ രണ്ടുപേരാ ഇവര്. ഞാനൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓടി എൻ്റെ അരികിലെത്തും. അച്ഛന്റെ അതേ അനുഭവമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങളെല്ലാവരും പെരുവഴിയിൽ നിന്ന് വന്നതാണ്. പക്ഷെ ഇതുവരെ അതോർത്ത് ഞങ്ങൾ സങ്കടപ്പെട്ടിട്ടില്ല. അതിനുള്ള അവസരം ഗൗതം ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങൾ എല്ലാവരും ഇപ്പോഴാണ് സന്തോഷവും സമാധാനവും സ്നേഹവും എല്ലാം ഞങ്ങൾ അറിയുന്നത്. ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, അത് ജീവിച്ചു തീർക്കണം. ഞാൻ ഇതുപോലെ മരിച്ചിരുന്നുവെങ്കിൽ ഇപ്പൊ കിട്ടുന്ന സന്തോഷം ഇല്ലാതെ പോയനെ. ഇനിയുള്ള ജീവിതം അച്ഛൻ ഈ മകന് വേണ്ടി ആയിക്കൂടെ? അതല്ലേ നല്ലത്? ഇത്രയും കാലം മറ്റുള്ളവർക്കായി ജീവിച്ചില്ലേ, ഇനിയെങ്കിലും അവനവന് വേണ്ടി ജീവിക്കണം. ഇനി എന്താ നിൽക്കുന്ന? പോവാം. ഹായ് ഗായ്സ്, നമസ്കാരം. ഞാൻ സുരേഷ് പച്ചപ്പാറം. വള്ളുവനാട് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ വധിച്ചു വരുന്ന മൃഗങ്ങളെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ വൃദ്ധമൃഗങ്ങൾ ഇത്രയും വധിച്ചുകൊണ്ടിരിക്കുന്നത്?
അച്ഛാ എന്താ അച്ഛാ ഈ വൃദ്ധസദനം? മോനെ അത് ഈ വയസ്സായ അച്ഛനമ്മമാരെ നോക്കാൻ ആളില്ലാത്തപ്പോഴേ കൊണ്ടേക്കുന്ന സ്ഥലമാണ്. ഓ, അപ്പൊ ഞാനും വലുതായി ജോലിക്കൊക്കെ പോകുമ്പോൾ അച്ഛനെയും അമ്മയും അവിടെ കൊണ്ടുപോയി ആക്കണം അല്ലേ?